ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പുതിയൊരു ഗെയിം ബൂസ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിം ബൂസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഡിവൈസിലും വർക്ക് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ലോ എൻഡ് ഡിവൈസ് ആണെങ്കിലും പിന്നെ നമ്മുടെ നോർമൽ ഡിവൈസ് ആണെങ്കിലും ഈ ഒരു ഗെയിം ബൂസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അതായത് ഗെയിംസ് കളിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ലാഗിങ് ആവട്ടെ, ഹീറ്റിംഗ് പ്രോബ്ലംസ് ആവട്ടെ, പിങ് പ്രോബ്ലംസ് ആവട്ടെ, വേറെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ഒരു ഗെയിം ബൂസ്റ്റർ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഗെയിം ബൂസ്റ്ററിൻ്റെ റേറ്റിങ്ങും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിങ്ങും കാര്യമൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കറക്റ്റ് പ്രൊസീജിയറും കാര്യമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളോട് പാസ്വേഡും കാര്യമൊക്കെ എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡ് വീഡിയോയിൽ തന്നെ തന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ പാസ്വേഡ് കിട്ടൂല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ നോക്കാം. ആദ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയതിനു ശേഷം അവിടെ എൻ്റെ ബയോയിൽ പോയിട്ടാകുമ്പോൾ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ലേറ്റസ്റ്റ് ഫയൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഒരു ലിങ്ക് ഓപ്പൺ ആയി വരും. അവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ തന്നിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് ഗെയിം ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ഫയലും കാര്യമൊക്കെ കാണാൻ സാധിക്കും. അത് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സെഡ് ആർച്ചിവറിൽ പോയിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം നമ്മളോട് ഇവിടെ പെർമിഷൻസും കാര്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറയും. സിമ്പിളായിട്ട് പെർമിഷൻസും കാര്യമൊക്കെ നമുക്ക് അനേബിൾ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് എനർജി വേണമെന്നൊക്കെ പറയുന്നുണ്ടാകും. അപ്പോൾ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ്സ് കാണേണ്ടി വരും. അപ്പോൾ ആഡ്സ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്കും കാര്യമൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ജസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ഫ്രീ ആഡ് എന്നൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ആഡ് കാണാൻ പറയും, ആഡ് വാച്ച് ചെയ്യാൻ പറയും. ആഡ് വാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടുന്നതാണ്. ആ ഒരു കോയിൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ബൂസ്റ്റും കാര്യമൊക്കെ ചെയ്യാം. ആദ്യം നമുക്കിവിടെ ഇതിൻ്റെ എന്തൊക്കെ സെറ്റിങ്സ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നല്ലൊരു ഇത് തന്നെയാണ്. ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബാറ്ററി സേവർ ആയിട്ടുള്ള ഒരു മോഡ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബാറ്ററിയൊക്കെ ലോ ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സ് മോഡുണ്ട്, എക്സ്ട്രീം മോഡ് ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കൂളർ, നിങ്ങളുടെ ഡിവൈസും കാര്യമൊക്കെ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ കൂളർ മോഡും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ താഴെ വന്നിട്ടാകുമ്പോൾ ഇവിടെ ഫാസ്റ്റ് ലോഞ്ചർ ഉണ്ട്, പിങ് ഒപ്റ്റിമൈസർ. നമുക്ക് എല്ലാ ഡിവൈസിലും ഉണ്ടാകുന്നൊരു മെയിൻ പ്രോബ്ലമാണ് ഹൈ പിങ് ആവുന്ന പ്രോബ്ലം എല്ലാ ഡിവൈസിലും ഉണ്ടാവാറുണ്ട്. അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പിങ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് അനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ പിങ്ങും കാര്യമൊക്കെ മെയിൻറ്റെയിൻ ആയി നിൽക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഗെയിം ഫോക്കസ്ഡ് ഉണ്ട്, അങ്ങനെ വേറെ എന്തെല്ലോ ഗെയിം അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം, സെറ്റിങ്ങും കാര്യമൊക്കെ ഇപ്പോൾ ഇവിടെ അനേബിൾ ആയിട്ടുണ്ട്. ഇനി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ നമുക്കൊരു കോയിൻ കാണുന്നുണ്ട്. 240 കോയിൻസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് നമ്മൾ റീചാർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ബൂസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മളോട് റീചാർജ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ കോയിൻസ് കളക്ട് ചെയ്യുക. ആഡും കാര്യമൊക്കെ വാച്ച് ചെയ്തിട്ട് കോയിൻസ് കളക്ട് ചെയ്യുക. കോയിൻസ് കളക്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഇവിടെ ഡാഷ്ബോർഡിൽ വന്നിട്ടാകുമ്പോൾ കോയിൻസ് കളക്ട് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രീ എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ് വാച്ച് ചെയ്യാൻ പറയും. ആഡ് വാച്ച് ചെയ്തിട്ട് നമുക്ക് കോയിൻസ് കളക്ട് ചെയ്യാം. കോയിൻസ് കളക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു വട്ടത്തിലൊരു റൗണ്ടായിട്ടൊരു സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ട്. റീചാർജിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എനർജി ഫുള്ളായിട്ടുണ്ട്. എനർജി ഫുള്ളായതിനു ശേഷം നമുക്ക് ഇനി ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് എനർജി ഈസ് ഫുൾ റീചാർജ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സക്സസ്ഫുള്ളായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്.